ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ ഉപനിഷത്തുകൾ, നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ കണ്ടെത്താനുള്ള വഴി. നമസ്കാരം സുഹൃത്തുക്കളെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ സ്വയം ചോദിച്ചിട്ടുണ്ടോ, ഞാൻ ആരാണ് എന്ന്? എൻ്റെ പേര്, ജോലി, സമ്പത്ത്, സാമൂഹിക സ്ഥാനം ഇവയൊന്നുമല്ലാതെ യഥാർത്ഥത്തിൽ ഞാൻ ആരാണ്? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിലെ മഹർഷിമാർ ഈ ചോദ്യത്തിനുള്ള ഉത്തരം അന്വേഷിച്ചു. ആ അന്വേഷണത്തിൻ്റെ ഫലമായാണ് ലോകത്തിലെ ഏറ്റവും മഹത്തായ ആത്മീയ ഗ്രന്ഥങ്ങളിലൊന്നായ ഉപനിഷത്തുകൾ രൂപം കൊണ്ടത്. ഉപനിഷത്തുകൾ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സത്യം ഇതാണ്: ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടെത്തൽ പുറം ലോകത്തെക്കുറിച്ചല്ല, സ്വന്തം ഉള്ളിലെ ലോകത്തെക്കുറിച്ചാണ്. ഇന്ന് നാം സന്തോഷം തേടി പണം സമ്പാദിക്കുന്നു, ഉയർന്ന സ്ഥാനങ്ങൾ നേടാൻ പരിശ്രമിക്കുന്നു, മറ്റുള്ളവരുടെ അംഗീകാരം ആഗ്രഹിക്കുന്നു. എന്നാൽ ഇതെല്ലാം നേടിയ ശേഷവും പലർക്കും മനസമാധാനം ലഭിക്കുന്നില്ല. എന്തുകൊണ്ട്? കാരണം യഥാർത്ഥ സന്തോഷം പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ് എന്ന് ഉപനിഷത്തുകൾ പറയുന്നു. ഉപനിഷത്തുകളുടെ മഹത്തായ സന്ദേശം ഇതാണ്: ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ അനന്തമായ ശക്തിയും ജ്ഞാനവും സമാധാനവും നിലനിൽക്കുന്നു. അതിനെ അവർ ആത്മാവ് എന്ന് വിളിച്ചു. ഈ ആത്മാവ് ഭയങ്ങൾക്കും പരാജയങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അതീതമാണ്. നമ്മുടെ യഥാർത്ഥ സ്വഭാവം ശക്തിയുടെയും ധൈര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉറവിടമാണ്. ജീവിതത്തിൽ പരാജയങ്ങൾ വരുമ്പോൾ പലരും തങ്ങൾ അയോഗ്യരാണെന്ന് കരുതുന്നു. എന്നാൽ ഉപനിഷത്തുകൾ പറയുന്നത് മറ്റൊന്നാണ്: പരാജയം നിങ്ങളുടെ വ്യക്തിത്വമല്ല, പ്രതിസന്ധികൾ നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നില്ല. നിങ്ങളുടെ യഥാർത്ഥ ശക്തി സാഹചര്യങ്ങളെക്കാൾ വളരെ വലുതാണ്. അതുകൊണ്ട് ഓരോ വീഴ്ചയും ഒരു പുതിയ പാഠമായി കാണുക, ഓരോ വെല്ലുവിളിയും വളർച്ചയ്ക്കുള്ള അവസരമായി സ്വീകരിക്കുക. ഉപനിഷത്തുകൾ മനസ്സിൻ്റെ പ്രാധാന്യത്തെ ഊന്നി പറയുന്നു. നിയന്ത്രണമില്ലാത്ത മനസ്സ് മനുഷ്യനെ ആശങ്കയിലേക്കും ഭയത്തിലേക്കും നയിക്കുന്നു. എന്നാൽ പരിശീലിപ്പിച്ച മനസ്സ് മനുഷ്യനെ വിജയത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്നു. ഇന്നത്തെ ലോകത്ത് നമ്മുടെ ശ്രദ്ധയെ പിടിച്ചുപെട്ട അനേകം കാര്യങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ, വാർത്തകൾ, മത്സരങ്ങൾ, പ്രതീക്ഷകൾ, ഇതെല്ലാം മനസ്സിനെ അസ്ഥിരമാക്കുന്നു. അത്തരം സമയത്ത് ഉപനിഷത്തുകളുടെ സന്ദേശം വളരെ പ്രസക്തമാണ്. സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുക, സ്വയം അറിയാൻ സമയം കണ്ടെത്തുക, നിശബ്ദതയെ സ്നേഹിക്കുക. കാരണം യഥാർത്ഥ ജ്ഞാനം പലപ്പോഴും നിശബ്ദതയിൽ നിന്നാണ് ഉദിക്കുന്നത്. ഉപനിഷത്തുകൾ മറ്റൊരു മഹത്തായ സത്യം കൂടി നമ്മെ പഠിപ്പിക്കുന്നു: എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ഒരേ ദിവ്യ ചൈതന്യമാണ് നിലനിൽക്കുന്നത്. ഈ സത്യം മനസ്സിലാക്കുമ്പോൾ വിദ്വേഷത്തിന് പകരം സ്നേഹവും, സ്വാർത്ഥതയ്ക്ക് പകരം കരുണയും, വിഭജനത്തിന് പകരം ഐക്യവും വളരുന്നു.
ലോകത്തെ മാറ്റാനുള്ള ഏറ്റവും വലിയ ശക്തി നമ്മുടെ ഉള്ളിലാണ്. സുഹൃത്തുക്കളെ, നിങ്ങളിന്ന് ജീവിതത്തിൽ എവിടെയായിരുന്നാലും, എത്ര പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയായിരുന്നാലും, ഉപനിഷത്തുക്കളുടെ ഈ സന്ദേശം ഓർക്കുക. നിങ്ങൾ കരുതുന്നതിലും ശക്തരാണ്. നിങ്ങൾ കരുതുന്നതിലും ജ്ഞാനികളാണ്. നിങ്ങൾ അന്വേഷിക്കുന്ന സമാധാനവും സന്തോഷവും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. സ്വയം വിശ്വസിക്കുക. നിങ്ങളുടെ ഉള്ളിലെ പ്രകാശത്തെ കണ്ടെത്തുക. ഭയത്തെ മറികടന്ന് മുന്നോട്ട് പോവുക. കാരണം മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിജയം ലോകത്തെ കീഴടക്കുന്നതിലല്ല, സ്വന്തം മനസ്സിനെ കീഴടക്കുന്നതിലാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഉപനിഷത്തുകൾ ഇന്നും നമ്മെ പ്രചോദിപ്പിക്കുന്നത് ഇതുകൊണ്ടാണ്. അവ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം പുറം ലോകത്തെ നേടുക മാത്രമല്ല, സ്വന്തം യഥാർത്ഥ സ്വഭാവത്തെ തിരിച്ചറിയുക കൂടിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. വീണ്ടും മറ്റൊരു മഹത്തായ ജ്ഞാനഗ്രന്ഥവുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ഹാവ് എ നൈസ് ഡേ.